ഹായ് ഫ്രണ്ട്സ്, ടിയാൻടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലാസ് ബോട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇതിനായിട്ട് ഞാനൊരു ബിയർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബിയർ ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പെട്രോൾ ആവശ്യമുണ്ട്, അതുപോലെ കുറച്ച് ടോയിനും ആവശ്യമുണ്ട്. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ നൂലുണ്ടല്ലോ, ഈ ടോയിൻ നമ്മുടെ കുപ്പിയുടെ ഏത് ഭാഗത്താണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് നമ്മൾ നല്ല ഇതിലൊന്ന് ചുറ്റി കെട്ടി കൊടുക്കുക. ഒരു 2-3 ലെയറായിട്ട് നമ്മളങ്ങ് ചുറ്റി കെട്ടുവാണേ. നമ്മളിവിടെ വെച്ചൊന്ന് ടൈറ്റ് ചെയ്തിട്ട് അങ്ങ് കെട്ടുവാണേ. അപ്പോൾ അത് ഈ കുപ്പിയുടെ ഇത്രയും ഈ ഭാഗത്തേക്ക് ഞാൻ നമ്മുടെ ടോയിൻ നല്ല ഇതിൽ ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ടോയിൻ ഇല്ലെങ്കിൽ കുറച്ച് നല്ല കട്ടിയുള്ള ചണമൊക്കെ ഉണ്ടല്ലോ, ചണമായാലും മതി. ഇതാകുമ്പം ചെറിയ ടോയിൻ ആയതുകൊണ്ടാണ് ഞാൻ 2-3 ലെയറായിട്ട് ഇട്ടേക്കുന്നത്, കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തായിട്ട് നമ്മൾ ഈ പെട്രോൾ ഈ കുപ്പിയുടെ ഈ ചരടിൻ്റെ ഇത്രയും ഭാഗത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ പോകണേ. പെട്രോൾ ഇതിന് ചെറിയൊരു ബോട്ടിലേക്ക് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കണം, ഈ ഒരു അടപ്പിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഒരു സിറിഞ്ച് എടുത്തിട്ട് നമ്മൾ ഈ സിറിഞ്ച് എടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പെട്രോളിൻ്റെ ഭാഗത്തേക്ക് വീഴണ്ട, ജസ്റ്റ് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഉണ്ട്, എല്ലാ ഭാഗത്തും ഒന്ന് കുപ്പിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത്ര ഏരിയ നമുക്കൊന്ന് നനഞ്ഞ് കിട്ടിയാൽ മതി. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇത് ശകലം ഡേഞ്ചറായിട്ടുള്ളൊരു ഐറ്റമാണ്, അതുകൊണ്ട് കുട്ടികളാരും ഇത് അനുകരിക്കേണ്ട. സേഫ്റ്റി ഫസ്റ്റ്. ആദ്യം കണ്ണാടി വെച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ കത്തിക്കാൻ പോകണേ. കത്തിക്കുക, എന്നിട്ട് നമ്മൾ കുപ്പി നല്ല ഇതിലിങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കുക. അതായത് ഇതിൻ്റെ ഈ തീ അണയുന്നിടം വരെ നമ്മൾ ഇങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ല ഇതിലിങ്ങനെ കറക്കുക, നല്ല സ്പീഡിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കുക. ഉണ്ടോ, നല്ല സ്പീഡിൽ കറക്കുക. ഉണ്ടോ, ഇപ്പോൾ അണഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്, ഞാനിവിടെ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിലേക്കൊന്ന് മുക്കി വെക്കുക. മുക്കിയിട്ട് ഒരു 3-4 സെക്കൻഡ് അങ്ങനെ തന്നെ വെക്കുക. വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. വേണ്ട, അത്ര പക്കയായിട്ടൊന്നും കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഈ എഡ്ജൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഇതായിരിക്കും, പ്രശ്നമായി. നമ്മൾ തൊടാനൊന്നും പാടില്ല, നല്ല മൂർച്ചയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുപ്പി 2ആയിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഷാർപ്പായിട്ടിരിക്കുന്ന ഈ എഡ്ജ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു എമരി പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമ്മളൊന്ന് സ്മൂത്ത് ചെയ്യാൻ പോകണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത നമ്മുടെ ബിയർ ബോട്ടിൽ കട്ടിംഗ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിൽ വ്യത്യസ്തമായ മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.